ധന്യ പാലക്കാട് വ്യത്യസ്തമായ പല സംഭവങ്ങളിലായിട്ട് സ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. 2 പേർക്ക് പരിക്കേൽക്കുന്നു. ഇത് RSS ആസൂത്രണം ചെയ്ത പരിപാടിയായിട്ടാണ് വാർത്തകൾ വന്നത്. പക്ഷേ പിന്നീട് അതിൽ ട്വിസ്റ്റ് ഉണ്ടായെന്ന് കേൾക്കുന്നു. ഇപ്പോഴത്തെ വിവരം എന്താണ്? ആദ്യത്തെ സംഭവം നടന്നത് പാലക്കാട് മുത്താന്തറയിലുള്ള ഒരു സ്കൂളിലാണ്, ഒരു വ്യാസവിദ്യാലയത്തിലാണ്. ഈ പൊതുവേ RSS എന്ന് കേൾക്കുമ്പോൾ ഇതിന് RSSൻ്റെ ശാഖയോ RSS നടത്തുന്ന സ്കൂളുകളോ എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസഹിഷ്ണുത മാധ്യമങ്ങൾക്കുണ്ടാകാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോകുന്നതിന് മുൻപ് തന്നെ RSSൻ്റെ ശാഖകളോ RSSുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ അവർ തന്നെ ഇതിൻ്റെ പിന്നിൽ RSS ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നവരാണ്, അവരിങ്ങനെ കൊലപാതകം നടത്താൻ ശ്രമിക്കുന്നവരാണ് എന്നൊക്കെയുള്ളൊരു വൃത്തികെട്ട ചിന്താഗതി മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ പാലക്കാട് നടന്നു അത് തന്നെയാണ്. പാലക്കാട് മുത്താന്തറ സ്കൂളിലെ വ്യാസവിദ്യാലയത്തിനാണ് സ്ഫോടനം നടന്നത്. ആ വ്യാസവിദ്യാലയം എന്ന് പറയുന്നത് RSSൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. ഈ സംഘപരിവാറൊക്കെ ചേർന്ന് നടത്തുന്ന സ്കൂൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അങ്ങനെ വ്യാസവിദ്യാലയം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന സ്കൂളുകൾ. ഈ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും പിന്നെ ആദർശങ്ങളെക്കുറിച്ചും ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു സ്കൂൾ കൂടിയാണ് ഈ വ്യാസവിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ RSSൻ്റെ തന്നെ വിദ്യാഭ്യാസ നികേതനും ഭാരതീയ വിദ്യാഭ്യാസ നികേതനുമായിട്ടൊക്കെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള സ്കൂളുകളാണ് ഈ വ്യാസവിദ്യാലയം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനം നടന്നത് ആ നാടിനെ ഒന്നാകെ ഞെട്ടിപ്പിച്ചു. എങ്ങനെയാണ് ഈ വ്യാസവിദ്യാലയത്തിൽ ഒരു സ്ഫോടനം നടക്കുന്നത് എന്നൊക്കെയുള്ളത്. പെട്ടെന്നൊരു കഥ അങ്ങ് പ്രചരിച്ചു. അവിടെ പിന്നെ RSSൻ്റെ ഒരു ശാഖ നടത്താനായി തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു RSSൻ്റെ ശാഖയുണ്ട് അവിടെ. ഈ പിന്നെ എന്താ പറയുക, RSSൻ്റെ ശാഖ നടത്തുന്ന സ്ഥലത്ത് ഈ പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്ന സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് എന്നായിരുന്നു അവിടെ പ്രചരിച്ച വാർത്തകൾ. അപ്പോൾ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നു. പലരും ഞെട്ടിത്തെറിച്ചു. പല മാധ്യമങ്ങളിൽ, മനോരമ അടക്കമുള്ള ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി. റിപ്പോർട്ടർ, മനോരമയൊക്കെ ഇങ്ങനെ അതെടുത്ത് വെച്ച് വായിച്ചു. പിന്നെ പാലക്കാട് സ്കൂളിലെ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ RSS ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയൊക്കെ. പക്ഷേ ഈ RSS ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് മുങ്ങിപ്പോയി. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരില്ല. RSS ആണ്, അതങ്ങനെ തന്നെ നിൽക്കും. നാളെ ഈ സ്കൂളിനെ കുറിച്ച് നമ്മളൊരു വാർത്ത അടിച്ചു നോക്കുമ്പോൾ RSS ആണ് ഇതിൻ്റെ പിന്നിൽ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നെ പുറത്ത് പറയില്ല. അത് സത്യം പുറത്തു വന്നാലും ആരും പറയില്ല എന്നുള്ളതാണ്. ഈ നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഗുരു പൂജ നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ ഈ വ്യാസവിദ്യാലയത്തിലൊക്കെ ഇതൊക്കെ വളരെ കാര്യമായി കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കുന്ന അത്തരത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നത്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇത്തരം ഒരു സ്കൂളുള്ളതുകൊണ്ട് നമുക്കറിയാം ആ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവിടുത്തെ 7ാം ക്ലാസ് വരെ ഉള്ളൂ. അവിടെ 7ാം ക്ലാസ്സിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് പോകാൻ കുട്ടികൾ കിടന്ന കരച്ചിലാണ്, ഞാൻ ഇവിടെ വിട്ട് പോവില്ല എന്നൊക്കെ പറയും. അത്രയും നല്ല രീതിയിലുള്ള മാതൃകാപരമായ വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനമാണ് ഈ വ്യാസവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇത്തരത്തിൽ പിന്നെ ഈ RSSൻ്റെ ശാഖ നടത്താനായിട്ട് ഇവരിങ്ങനെ ഈ പിന്നെ എന്താ പറയുക, ഈ ബോംബ് പരിശീലനം നടത്തുന്നു, അതിനുവേണ്ടിയുള്ള ബോംബ് വാങ്ങി വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയതും ഇതൊക്കെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായിരുന്നു. കാരണം സ്ഫോടനത്തിൽ പരിക്കേൽക്കുന്നത് ഒരു കുട്ടിയും അതോടൊപ്പം തന്നെ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കുമായിരുന്നു. അങ്ങനെ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ബോംബുകൾ എങ്ങനെ അവിടെ വന്നു? പന്നിപ്പടക്കം അടക്കമുള്ള രൂക്ഷമായ സ്ഫോടക ശേഷിയുള്ള അത്യുഗ്ര സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഇതവിടെ വന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. RSS പ്രവർത്തകർ കരുതിയത് ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. പ്രത്യേകിച്ച് ഇത് പൊട്ടിയപ്പോൾ തന്നെ RSSൻ്റെ തലയിൽ ഇത് കൊണ്ടിടാൻ മാധ്യമങ്ങളടക്കമുള്ളവർ വലിയ രീതിയിൽ പിന്നെ ഒരു സംഘം ചേർന്നുള്ള ഒരു കടന്നാക്രമണം നടത്തിയപ്പോൾ തന്നെ RSSന് മനസ്സിലായി ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നവർ അതിൽ തന്നെ വിശ്വസിച്ചു. പക്ഷേ മറുഭാഗത്ത് അവർക്കെതിരെയുള്ള വലിയ പ്രചരണങ്ങളാണ് നടന്നത്. വിഷയം ഇതിൽ ഒതുങ്ങുന്നില്ല. പാലക്കാട്ടെ മറ്റൊരു സ്ഫോടനം കൂടി നടന്നു. ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ പന്നിപ്പടക്കം അടക്കമുള്ളവ കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് പിന്നെ ബോംബ് പൊട്ടിത്തെറിച്ചത്. ഈ പന്നിപ്പടക്കം എന്നൊക്കെ പറയുന്നത് ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പന്നിപ്പടക്കം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നതിനിടയിൽ പിന്നെ ഇത് പൊട്ടിത്തെറിച്ചു എന്നാണ് വന്നത്. സ്ഫോടനം നടക്കുന്ന ആദ്യം പറഞ്ഞത് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നാണ്. ഈ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചു എന്നല്ല വന്നത്. ആദ്യം 2ാമത്തെ സ്ഥലത്ത് ഈ
സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെ പുതുനഗരത്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഈ സ്ഥലം എന്ന് പറയുന്നത് SDPIയുടെ സ്വാധീന മേഖലയാണ്. ഈ പറയുന്ന രണ്ടാമത് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് SDPI സ്വാധീന മേഖലയാണ്. BJP അതീവ ഗുരുതരമായ BJP അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ രണ്ടാമത് സ്ഫോടനം നടന്ന പുതുപ്പാറ എന്ന് പറയുന്ന പുതുനഗരം എന്ന് പറയുന്ന സ്ഥലം. അവിടെ സജീവമായി തന്നെ SDPI പ്രവർത്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവിടെ ഒരു സ്ഫോടനം നടക്കുന്നു മറ്റൊരു വീട്ടിൽ, അതായത് കല്ലേട്, പാലക്കാട് തന്നെ പുതുനഗരം പിന്നെ അടുത്ത കല്ലേട് എന്ന സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു. നാട്ടുകാർ നൽകിയ വിവരം അനുസരിച്ച് അവിടെയുള്ള സുരേഷ് കുമാർ എന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് 24 ഡിറ്റനേറ്ററുകളും 12 പന്നിപ്പടക്കങ്ങളും ബോംബ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ നൂലുകളും പ്ലാസ്റ്റിക് സാമഗ്രികളും ഒക്കെ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. സുരേഷ് കുമാർ എന്നാണ് ഇയാളുടെ പേര്. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം പറഞ്ഞു സുരേഷ് കുമാർ RSS പ്രവർത്തനാണ്, ശാഖയിൽ പ്രവർത്തിച്ച ആളാണ്, ഇയാൾ ഒരു RSSകാരനാണ്, ഇയാൾ RSS പരിശീലനത്തിനിടെ ബോംബ് പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. RSS പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ പിന്നെ പിടികൂടിയതിന് ശേഷം എന്താ പറയുക, സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു. ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക, അതായത് RSSകാരൻ്റെ നടത്തുന്ന സ്കൂളിൽ നിന്ന് ബോംബ് പിടികൂടുന്നു, പിന്നെ മറ്റൊരു RSS പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് പിടികൂടുന്നു. ഇങ്ങനെ 2 വാർത്തകളാണ് പുറത്തു വന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന്, അതായത് സുരേഷ് കുമാറിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പോലും ഇല്ല. ഇയാൾ കിണർ കുഴിക്കുന്ന ഒരാളാണ്, മറ്റ് പുറത്തെ പണികളൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ദുരൂഹമായ സാഹചര്യത്തിലാണ് സുരേഷിന്റെ വീട്ടിനുള്ളിൽ നിന്ന് ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായത്. എന്തോ ഒരു കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി. പക്ഷേ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത കേസിൽ അറസ്റ്റിലാവുന്നത് മറ്റു 2 പേരാണ്. അവർ ഫാസിലും നൌഷാദും എന്ന പേരുള്ള 2 വ്യക്തികളാണ് പിടികൂടുന്നത്. അതായത് ഈ 3 പേർ കൂടി ചേർന്നിട്ടാണ് ഇവിടെ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവച്ചതെന്ന് മാത്രമല്ല, ഈ ഫാസിലും നൌഷാദും നേരത്തെ പറഞ്ഞ വ്യാസവിദ്യാലയത്തിനരികിൽ ഈ സ്ഫോടക വസ്തു അല്ലെങ്കിൽ സ്ഫോടനം നടന്ന സ്കൂളിൽ സ്ഫോടനം നടന്ന ദിവസത്തിന്റെ തലേ ദിവസം അവിടെ എത്തി എന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്ന് പോലീസും പറയുന്നുണ്ട്. RSSകാരെ അല്ലെങ്കിൽ RSSകാർ നടത്തുന്ന സ്കൂളിനെ അപമാനിക്കാൻ, അവിടെയുള്ള RSS പ്രവർത്തകരെ പ്രതിസ്ഥാനത്ത് കൊണ്ടു നിർത്താൻ ഒരു ഹിന്ദുമത നാമധേയമുള്ള ഒരാളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആരോ ചില ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. SDPI ആണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ആരോപണം വരുന്നത്. കാരണം SDPIക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവരാണ് എന്നതിന് BJP കാര്യത്തിൽ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. BJP നേതാവ് C കൃഷ്ണകുമാർ തന്നെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ പറയുന്ന SDPIയുടെ സ്വാധീന മേഖലയാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ കൈകാര്യം ചെയ്യുന്നത്. ആ ബോംബുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ പ്രദേശത്തെ പ്രവർത്തകന്റെ വീടിനുള്ളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ബോംബുകൾ കൊണ്ടുവച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് നൌഷാദും ഫാസിലുമാണ്. ഈ പറയുന്ന സ്കൂളിന്റെ സമീപ പ്രദേശത്ത് സ്ഫോടനം നടന്ന തലേ ദിവസം ഇവർ 2 പേരും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് SDPI ഒരു ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കണ്ണൂരിൽ മറ്റുമാണ് ഈ ബോംബ് രാഷ്ട്രീയം കണ്ടിട്ടുള്ളത്. അതായത് സ്വന്തം സ്വാധീന മേഖലയിലേക്ക് കണ്ണൂരിലാണല്ലോ ഈ ഒരു പൊളിറ്റിക്കൽ കാരണങ്ങളൊക്കെ ഉള്ളത്. അത് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് കുറച്ചുകൂടി എന്താ പറയുക, സ്വാധീന മേഖലകളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് തന്നെ നമ്മളെ കാട്ടിത്തരുന്നത്. SDPI ആണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതായത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് വലിയൊരു ഓപ്പറേഷൻ ഇവർ തയ്യാറെടുക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ സത്യാവസ്ഥ പുറത്തു വന്നിട്ടും മറ്റാരും ഇത് വാർത്തയാക്കിയില്ല എന്നുള്ളത് RSSനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചിലർക്ക് വലിയ ഉത്സാഹവും സന്തോഷമൊക്കെയാണ്. RSS പ്രതിക്കൂട്ടിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് ഇത്തരത്തിൽ പ്രചരിച്ചതും. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഫാസിലും നൌഷാദും എന്ന് പറയുന്ന 2 പേർ പിടികൂടിയിട്ടും അതിൻ്റെ വാർത്ത നൽകാതെ പ്രതിസ്ഥാനത്ത് RSS ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ലക്ഷ്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് BJP ആരോപിക്കുന്നത്.